എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള എൻ്റെ അണികളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന 15-ാം തീയതി നമ്മൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ നേരെ സെക്രട്ടേറിയറ്റ് പടിക്കലാണ് നമ്മൾ ഈ മാർച്ച് എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേരുമ്പോൾ പോലീസ് ഉണ്ടാവും, അവർ നമ്മളെ തടയും, ലാത്തി ചാർജ് ഉണ്ടാവും, ജലപീരങ്കി ഉണ്ടാവും. പക്ഷേ അതിലൊന്നും നമ്മൾ പതറരുത്. വളരെ ശക്തമായി തന്നെ നമ്മൾ ആ ഗേറ്റ് ഇടിച്ചകത്ത് കടക്കാനുള്ള ശ്രമം നടത്തണം. പോലീസുമായിട്ട് മൽപ്പിടുത്തം നടന്നാൽ പോലും നിങ്ങൾ അതിൽ യാതൊരു രീതിയിലും പിന്മാറരുത്. ശക്തമായിട്ട് നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഒരു കാര്യം ഗൗരവമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക, ഈ മാർച്ചിൽ പങ്കെടുക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് എടുത്ത് കൃത്യമായിട്ട് രാവിലെ 9 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ എത്തിച്ചേരുക. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? ഈ പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് മാർച്ച് തുടങ്ങണത് വേറെ പാർട്ടിക്കാരുടെ അല്ലേ? വേറെ പാർട്ടിക്കാരെ, ഞങ്ങളുടെ പാർട്ടിയുടെ. നിങ്ങൾക്ക് എവിടെ രക്തസാക്ഷി? എൻ്റെ കർത്താവേ, നിന്നോട് ഞാൻ ഇതൊക്കെ എടി ഞങ്ങളുടെ അത് രക്തസാക്ഷി മണ്ഡപം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് വല്ല അറിയാൻ പോയി എവിടെ? കിടക്കണില്ലേ? എനിക്ക് കുറച്ച് മെസ്സേജ് കൂടെ അയക്കാനുണ്ട്. കുറേ പേർ കൂടെ അയച്ചാലേ. എന്റെ ക്ലീറ്റോ, ആ പാർട്ടിക്കാർ വീട്ടിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ ക്ലീറ്റോ. നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടുണ്ടാവും. ഞാനിത് അവരെ വിളിച്ചല്ല പറയണത്, ഇത് മെസ്സേജാണ്. ഈ മെസ്സേജ് അവരെ ഫോണിൽ ചെല്ലുമ്പോൾ അവർ സൗകര്യം പോലെ അത് വെച്ച് കേൾക്കും. അവരെ കുടുംബത്തിരിക്കാൻ പകലും ഇരിക്കാൻ സമ്മതിക്കില്ല, രാത്രി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. രാത്രിയും പകലൊന്നുമില്ല, അങ്ങനെ ആയിരിക്കണം ഒരണി പാർട്ടിക്ക് വേണ്ടി. എന്താ തല്ല് കിട്ടുമ്പോ പിന്നോട്ട് പോകരുതെന്നോ? നിങ്ങൾ ആദ്യം ഇറങ്ങി ഓടുമല്ലോ.